ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇടാൻ ഒരുപാട് വൈകി. കാരണം 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ കുറച്ച് കമൻ്റാണ്, 50-50ഓളം കമൻ്റാണ് നമുക്ക് വന്നിട്ടുള്ളൂ. നമുക്ക് 10,000 ഇപ്പോൾ 11,000 സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. പക്ഷെ എല്ലാവരും ഈ വീഡിയോ കാണുകയാണ്, എല്ലാവരും ഈ വീഡിയോക്ക് കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇനിയും ആയിരുന്നു. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് 50 കമൻ്റാണ് നമുക്ക് ആകെ ഒരു വീഡിയോസിന് വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, ആ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും വ്യൂസും വളരെ കുറവാണ്. അപ്പം അത് വ്യൂസൊക്കെ കുറയാൻ നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് വ്യൂസൊക്കെ വളരെ കുറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസം വൈകിപ്പോവും. 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് 11 കഴിഞ്ഞ് 12 ആവാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ 10 പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അന്നൊരു വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന്. 5 കിറ്റ് ബൺ മെറ്റീരിയൽസും 5 കിറ്റ് ബീഡ്സ്, അങ്ങനെയുള്ള എല്ലാതും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ്. അങ്ങനെയാണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും അത് വൈകിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് മറക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ഇനിയിപ്പോൾ എത്രയും എന്തായാലും വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. ലൈവായിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലൈവായിട്ട് എടുക്കുമ്പോൾ കറണ്ട് വരിക പോവുക അങ്ങനെയായിട്ട് നിൽക്കുകയാണ്. കാരണം മഴക്കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വീഡിയോ പിന്നെ ഇങ്ങനെ ലെങ്ത്ത് കൂടി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വൈകിയിട്ട് നീണ്ടു പോകും. അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് നമുക്ക് ആണ്ട് പ്രഖ്യാപിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ കമൻറ്റ് നോക്കിയിട്ടാണ്, കമൻറ്റിലുള്ള ആളുകളെയാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അത് എല്ലാവരും ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ കമൻറ്റിലുള്ളവർ എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും കമൻറ്റ് ഇടാനുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ, നമ്മൾ ഇന്നാണ് ഗിവ് അവേ വിന്നറിനെ പ്രഖ്യാപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് കുറേയൊക്കെ സപ്പോർട്ട് കുറവാണ്. ഷോർട്ടിലൊന്നും ഒരാളുടെ കമൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ മറ്റേ ലോങ് വീഡിയോസിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡോളർ കിട്ടാനായിട്ടുണ്ട്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നുകൂടെ ഒരു സപ്പോർട്ട് വേണം. അപ്പം അതുകൊണ്ടാണ് പറയണത്. ഡോളർ കിട്ടിക്കഴിഞ്ഞാലുള്ള ഇത് പിന്നീട് ഞാൻ ആ വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ ഇതെന്തായാലും വൈകിക്കണ്ട വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും നറുക്കിട്ടിട്ട് എടുത്താലോ. 10 പേര് ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നറുക്കിട്ടിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി പേപ്പറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് ആദ്യം തന്നെ ഒരെണ്ണം എടുക്കുകയാണ് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് നമുക്ക് ഡാഫോഡിൽസ് എന്ന് പറഞ്ഞിട്ട് ID ആണ് കേട്ടോ. നമ്മളെ കമൻറ്റിൽ ID കൊടുത്തോളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു പേരിലാണ് നമുക്ക് ഫസ്റ്റ് വിന്നറിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാം. ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് 10 എടുക്കണ്ടല്ലോ. ആർക്കെങ്കിലുമൊക്കെ ഭാഗ്യമില്ലാതിരിക്കില്ലല്ലോ. രണ്ടാമത്തെ വിന്നർ രേഷ്മ. ഇതാണ് രണ്ടാമത്തെ വിന്നർ. അപ്പോൾ ഫസ്റ്റ് വിന്നറും രണ്ടാമത്തെ വിന്നറും നമ്മൾ സെലക്ട് ചെയ്ത്. ഇനി നമുക്ക് മൂന്നാമത്തെ വിന്നർ ആരാന്നുള്ളത് നോക്കാം. ആകെ കുറച്ച് പേരുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അനീന റഹ്മാൻ, മൂന്നാമത്തെ വിന്നർ അനീന റഹ്മാൻ. അപ്പം നമ്മൾ ഫസ്റ്റ് വിന്നറിനെയും സെക്കൻഡ് വിന്നറിനെയും തേർഡ് വിന്നറിനെയും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 7 എണ്ണം കൂടെ ഉണ്ട്.
അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഇതിൽ 10 ആളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ആളും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ 2-3 ദിവസമാണ് നമ്മൾ ഈ ആൾക്കാരെ വെയിറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൾക്കാരെ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും കമൻ്റ് ഇട്ടവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളാണ് കമൻ്റ് ഇട്ടെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുക. കണ്ടു കഴിഞ്ഞാൽ ആർക്കൊക്കെ കിട്ടിയിട്ടെങ്കിൽ അവരൊക്കെ നമുക്ക് എന്തായി പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പം നമുക്ക് 4ാമത്തെ വിന്നറിനെ നോക്കാം. അഹിന ഇതാണ് 4ാമത്തെ വിന്നർ. ഇതൊക്കെ ഐഡിയ ആണ് കേട്ടോ, ഇവരൊക്കെ ഐഡിയ ആണ് തോന്നുന്നുണ്ട് കൊടുത്തിട്ടുള്ളത്. അഹിന ഇതാണ് 4ാമത്തെ വിന്നർ. ആയിഷ PM ഇതാണ് നമ്മുടെ 5ാമത്തെ വിന്നർ, ആയിഷ PM. ഇനി നമുക്ക് അടുത്ത് ഇതൊക്കെ ഒന്ന് മടക്കിയിടട്ടെ. ഒറ്റ കയ്യിൽ നമ്മൾ ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. അതാണ് ഇതൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ 5 ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുക്കാൻ പോണത് 6ാമത്തെ വിന്നറിനെയാണ്. ഷിബിജ ഷിൻജോ. അപ്പോൾ 6ാമത്തെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 7ാമത്തെ വിന്നറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത്. മുഹമ്മദ് അൻസിൽ. ഇത് 7ാമത്തെ വിന്നർ. നൗഫൽ NP ഇത് 8ാമത്തെ വിന്നർ. ഇപ്പോൾ നൗഫൽ NP ഇത് 8ാമത്തെ വിന്നർ. ഇനി നമുക്ക് ആകെ കൂടെ ഉള്ളത് 2 ആളെയാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. ഇനി 9ാമത്തെ വിന്നറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത്. ഹമീദ് മോൻ. ഇതാണ് നമ്മുടെ 9ാമത്തെ വിന്നർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ഒരാളെയും കൂടെ വേണം. അത് ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് 10ാമത്തെ വിന്നർ. ലിയ ലയ. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിന്നറിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ലിയ ലയ. അപ്പോൾ ഈ 10 പേരും നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം നമ്മളെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം. 2 അല്ലെങ്കിൽ 3 ദിവസമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. അത് വരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അടുത്ത ആൾക്ക് കൊടുക്കും. അപ്പോൾ ഈ 10 പേരും നമ്മൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.